ഇടവകയിൽ അച്ഛൻ വന്നെന്നാണ് ഞാൻ പറഞ്ഞത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നഷ്ടപ്പെടുത്തിയോടാ പച്ച വെള്ളം പോലെ അരക്കിലാക്കി കുടിച്ചു ബൈബിളിനെ അരച്ചിക്കറി കുടിച്ചത് ബൈബിളില്ല. എത്ര മക്കളുണ്ട്? 3. ആദാമിന് 2 മക്കളേ ഉള്ളൂ. ഒന്ന് കായേനും ഒന്ന് ഹാബേലും. അപ്പൊ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? അപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടകിടക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം അത് നടന്നു പോയി. അത് കഴിഞ്ഞാൽ അണ്ണാനെ വളർത്തി. അണ്ണാൻ വളരെ സുന്ദരമായ അണ്ണാനായിരുന്നു. അത് വളർന്ന് വന്നപ്പോൾ അത് എങ്ങനെയോട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. മരം വളർത്തി. ആ മരം വളർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിന് എനിക്ക് വേറൊരു കഥയുണ്ട്. എന്നോട് കൂട്ടുകാരല്ല, ഞാനൊരു വീഡിയോ വാങ്ങിച്ചപ്പോ ശിവു, പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ രതീഷ് അതെടുത്തിട്ട് അപ്പൊ രതീഷ് ബീഡി കൊണ്ടുവന്ന് അവിടെ ചെക്ക് ചെയ്യും, അവൻ മിക്സർ കൊണ്ടുവന്ന് ഇവിടെ ചെക്ക് ചെയ്യും. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചെക്ക് ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കണം. ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരും ഓസിന് വെച്ചിട്ടില്ല. ഇന്നെത്തിനാണ് ദൈവം അവിടെ കണക്ക് പുസ്തകം. എന്റെ പൊന്നമ്മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോകടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോകണം. പിന്നെ അവിടെ ആരുമില്ലല്ലോ. അവരാണെങ്കിൽ പാട്ടും കൂട്ടൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവരുടെ ആപ്പിലൂടെ മാത്രമാണ് അച്ഛൻ അവരൊന്ന് ഉപദേശിക്കണം. പിടിക്കും. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് എന്ത് വരാം ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെ മാത്രം പറയരുത്. എന്താണ് കഴിഞ്ഞ വർഷം ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ടുപാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്ന് ചോദിച്ചു. Yesus ni yudan ma, kuna buti. Yesus ni yudan ma,
കുത്തി യേശുവേ യൂതന്മാർ കുത്തി യേശുവേ യൂതന്മാർ കുത്തി ഏ കുത്തി കുത്തി ഏ കുത്തി ഏ കുത്തി ഇവൻ പാടി തീരെ ഇടവകയിലെ ഒരു ചക്രം ആൾക്കാർ പിച്ചാത്തിയിട്ട് എന്നെ കുടിവിനെ കൊണ്ടാരെ അങ്ങനെ പാട്ടിന്റെ കടയിൽ മെസ്സിന്റെ രക്ഷയിലെ കരിയപ്പൊപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവാ. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവാ. തിരിച്ചു പറഞ്ഞാ മോനെ. എന്റെ ദൈവമേ, അമേരിക്കൻ അച്ഛൻ. അച്ചായനതല്ല, ഞാനാ ഇത് ഞാനൊന്ന് പെട്ടിയാ. അച്ഛാ, ഇവിടെ നമുക്ക് കിട്ടാം. എടാ, ഇത് പിടിച്ചാ ഇല്ലാത്ത സാധനം. ഓ, അതിനകത്ത് അടിപൊളി. അയക്ക്. അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല. അത് എന്റെ വീട്ടിൽ കൊടുക്കാനുള്ള. എന്റെ അച്ഛന് കൊടുക്കണം. ഒന്ന് കൊടുക്കണം, പിന്നെ കൊടുക്കണം. അത് മറ്റേതേ. ഇല്ലേ? ചെറുക്കല്ലേ? അതെ ശല്യപ്പെടുത്താതെ മയക്ക്. എടി ഞാൻ പറഞ്ഞോട്ടെ, ആദ്യം 2 പ്രാവശ്യം ശല്യം ചെയ്തില്ലേ, അതിന്റെ സ്റ്റോറി പറയാൻ വന്നതാ. അപ്പത്തിന് സമയം മരുന്നും ആഹാരവും എല്ലാം കൊടുക്കും. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നത്. എന്റെ ഇവിടെ അരിച്ചൊരു ഒഴിഞ്ഞ കുപ്പിയുണ്ട്. ആ കുപ്പിയിൽ മരുന്ന് പിടിച്ച് ഞാൻ മിക്സ് ചെയ്യും. എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് അടിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ് അപ്പച്ചൻ അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ കുറച്ച് കൊടുക്കും. അപ്പച്ചൻ കൊടുക്കില്ല. അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് വീണ്ടും അപ്പച്ചന് കൊടുക്കണ്ടേ.